കേരളീയ ചുവർചിത്രങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനമാണ് ഷെയ്ഡിങ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഏതൊക്കെ തരം ഷെയ്ഡിങ്ങുകൾ ഉണ്ടെന്നാണ് പ്രധാനമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. മാത്രമല്ല ചില വർക്കുകൾ കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. എല്ലാവർക്കും ആർട്ട് വിത്ത് മനോജ് മത്തശ്ശേരിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ആരെങ്കിലുമൊക്കെ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്നത് ഷെയ്ഡിങ്. അതായത് ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എപ്പോഴും കേരളീയ ചുവർചിത്രങ്ങളിൽ അതിൻ്റെ ലീനിയറിറ്റി, അതായത് രേഖികമായ വരകൾക്കാണ് പ്രാധാന്യം. ഞാൻ പറഞ്ഞു 5 നിറങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പഴയ ചിത്രങ്ങൾ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷെയ്ഡിങ്. ഈ ഒരു ചാനൽ ഞാനിപ്പോൾ ഈ ട്യൂട്ടോറിയൽ പോലെ ചെയ്തു പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ സാധാരണയായിട്ട് വരയ്ക്കേണ്ട രീതികളായിട്ടുള്ള ആദ്യ ആഭരണം, അത് കഴിഞ്ഞ് വസ്ത്രം, അതിൽ നിന്ന് മാറിയിട്ട് ഇതിൽ പലരും ഓൾറെഡി ചെറുതായിട്ടൊക്കെ മ്യൂറൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആയത്, അതുപോലെ ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയ രീതിയിൽ ചെറിയ ചെറിയ ഒബ്ജക്ട്സ് എടുത്തിട്ട് ഞാൻ ആദ്യം ചെയ്യണം കുറച്ച് വീഡിയോസ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തത് ഒരു മയിൽപ്പീലിയായിരുന്നു. അതെനിക്ക് ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു, ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. മാത്രമല്ല പഠിക്കാനായിട്ട് എളുപ്പമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെയാണ് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഷെയ്ഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മ്യൂറലിനെ സംബന്ധിച്ചിട്ട്. അതുപോലെ തന്നെ വരയ്ക്കുമ്പോൾ പലരും മ്യൂറൽ വരയ്ക്കുന്നവരാണെങ്കിൽ തന്നെ അതിൻ്റെ ആ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു മ്യൂറലിന് അതിൻ്റെ പൂർണ്ണത ലഭിക്കും. 1-2 പേര് ഞാൻ ഇത്രയും ചെയ്ത എപ്പിസോഡ്സ് വെച്ചിട്ട് 12 എപ്പിസോഡ് വെച്ചിട്ട് എങ്ങനെയാണ് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണേ എന്നുള്ളത് നോക്കി ചെയ്തിട്ട് പലരും വർക്കുകൾ എനിക്ക് അയച്ചു തന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം അവർ തന്നെ പറഞ്ഞു അവർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഒരുപാട് പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സാധാരണ രീതിയിലുള്ള ട്യൂട്ടോറിയലിൽ നിന്ന് മാറി ഞാൻ അതിൻ്റെ ആ ഒരു ഓർഡർ മാറ്റിക്കൊണ്ട് ചില ചെറിയ ചെറിയ ഒബ്ജക്ട്സ് ആദ്യം ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകണം. എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് പഠിക്കും. പലരും മ്യൂറൽ ചെയ്യാൻ താല്പര്യമുള്ളവരും ഓൾറെഡി മ്യൂറൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനമായിട്ട് മ്യൂറലിൽ നമ്മൾ 4 രീതിയിലുള്ള ഷെയ്ഡിങ് അല്ലെങ്കിൽ 4 രീതിയിലാണ് പെയിന്റ് അപ്ലൈ ചെയ്യുന്നത്. പ്രധാനമായിട്ട് പണ്ടത്തെ കാലത്ത് നമ്മൾ ഭിത്തിയിൽ വരയ്ക്കുന്ന സമയത്ത് ഓരോ ലെയർ നമ്മൾ വർക്ക് ചെയ്യും തോറും അത് ഭിത്തിയിലേക്ക് കുറേ നിറം ഓട്ടോമാറ്റിക്കലി വലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിയായിട്ട് ചെയ്യാനായിട്ടുള്ള ചില മെത്തേഡുകൾ, ഷെയ്ഡ് ചെയ്യാനായിട്ട്, അതിൻ്റെ കട്ടി കൂട്ടാനായിട്ട്, വർക്കിൻ്റെ കളറിൻ്റെ ഡെപ്ത് കൂട്ടാനായിട്ട് 4 തരത്തിലുള്ള പ്രധാനപ്പെട്ട ഷെയ്ഡിങ്ങുകളാണ് നമ്മൾ പണ്ട് കാലം മുതലേ ചെയ്തു വന്നിരുന്നത്. ഒന്ന് ബിന്ദുജം എന്ന് പറയും. ബിന്ദുജം, പത്രകം, രൈഖികം, ലേപനം. ഇങ്ങനെ 4 തരമാണ് ഷെയ്ഡിങ്. ബിന്ദുജം, പത്രകം, രൈഖികം, ലേപനം. ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കാനുള്ള ചാൻസും ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു രീതിയാണ് ബിന്ദുജം. ബിന്ദുജം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഡോട്ട്സ് ഇട്ടിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനൊരു 3 ഡയമെൻഷണൽ എഫക്റ്റ് കിട്ടണം, ത്രിമാന സ്വഭാവം വരാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് തന്നെയാണ് മെയിനായിട്ട്. അതിൽ സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മൾ ലൈറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് നമ്മൾ ഡെപ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊരു ത്രിമാന സ്വഭാവം വരണം, ഒരു 3 ഡയമെൻഷണൽ എഫക്റ്റ് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയാണ് ഈ പറഞ്ഞ ബിന്ദുജം. ബിന്ദുജത്തിൽ ഞാനൊരു വർക്ക് ഇവിടെ നിങ്ങൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. മറ്റൊരു രീതിയാണ് പത്രകം. ഈ പത്രകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പത്രം എന്ന് പറഞ്ഞാൽ ഇല എന്നുള്ള അർത്ഥമാണ്. ഇലയിലുള്ള ഞരമ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇലയിലൊരു ഞരമ്പുകൾ ഉണ്ടാവും, ചെറിയ ചെറിയ വെയിൻസ് പോലെ ഇങ്ങനെ ഇലയിലുണ്ടാവും. അപ്പം അതുപോലെ ചെയ്യുന്ന ഷെയ്ഡിങ്ങാണ് പത്രകം. അതായത് നമ്മൾ ക്രോസ് ചെയ്യും, അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലൈൻസ് വെച്ചിട്ട് നമ്മൾ വരച്ച് ഷെയ്ഡ് ചെയ്യുന്നതിനാണ് പത്രകം എന്ന് പറഞ്ഞ ആ ഒരു രീതി നമ്മൾ പറയുന്നത്. അപ്പോൾ ബിന്ദുജം, പത്രകം. ഇനി വരുന്നത് രൈഖികം എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. ഈ രൈഖികം എന്ന് പറഞ്ഞ രീതി വേറെ ഒന്നുമല്ല, ചെറിയ ചെറിയ രേഖകൾ ഇട്ടുകൊണ്ട് അത് ഷെയ്ഡ് ചെയ്യും. പ്രധാനമായിട്ട് നമ്മൾ ചുവർചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഈ രൈഖികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് ഡ്രസ് മെറ്റീരിയൽ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നുള്ള ലൈൻസ് നമ്മൾ വളരെ ചെറിയ ലൈൻസ് ഇട്ട് രൈഖികമായ രീതിയിൽ പലരും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ 3 രീതികൾ പറഞ്ഞു കഴിഞ്ഞു: പത്രകം, ബിന്ദുജം, രൈഖികം. അടുത്ത രീതിയാണ് ലേപനം. ലേപനം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ വാഷുകൾ തന്നെയാണ്. നമ്മൾ ഏതൊക്കെ രീതിയിൽ വാഷ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ആദ്യം നമ്മൾ ഒരു തവണ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്നുകൂടി ചെയ്യും. വലിയ ക്യാൻവാസുകളിൽ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ചെറിയ ഡോട്ട്സ് മാത്രം കൊണ്ട് ചെയ്യൽ പലപ്പോഴും സാധിക്കാത്ത കാര്യമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഷെയ്ഡിങ്. ഞാനിന്ന് വർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ കളറിലാണ്. നമ്മൾ അക്രിലിക് ചെയ്യുകയാണെങ്കിലും ഈ മെത്തേഡിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പിന്നെ അവരവരുടെ സൗകര്യം അനുസരിച്ചിട്ട് ചില ആളുകൾ ചില വ്യത്യാസങ്ങൾ വരുത്തി ചെയ്യാറുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഏതൊക്കെ ടൈപ്പുള്ള ഷെയ്ഡിങ്ങുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു, ഷെയ്ഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞു, എന്തുകൊണ്ട് ഞാൻ ഇത്തരം ചെറിയ വീഡിയോകളായിട്ട് പോകുന്നു എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ
നിങ്ങൾ എല്ലാവരും ഈ ഞാൻ ചെയ്യുന്ന വർക്ക് കാണും, മാത്രമല്ല അത് സ്വയം പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഇപ്പോൾ ചെയ്യുന്നതെന്ന് കൂടി നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോണത് ഒരു മേഘം ഞാൻ വരച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അത് സ്കെച്ച് ചെയ്ത് വച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ മേഘവും ഒരു ബാക്ക്ഗ്രൗണ്ടും. അപ്പോൾ നമ്മളിതൊരു ആകാശം എന്നുള്ള രീതിയിൽ നമ്മൾ വരയ്ക്കാൻ പോകും. സാധാരണയായിട്ട് മ്യൂറൽ പെയിന്റിങ്ങുകളിൽ പഴയ കാലഘട്ടത്തിൽ ആകാശം കാണിച്ചിരുന്നത് എപ്പോഴും ചുവന്ന നിറത്തിൽ തന്നെയാണ്. ചുവന്ന നിറത്തിൽ ആകാശം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിട്ട് അതിൽ മേഘങ്ങൾ വരയ്ക്കുമ്പോൾ അത് ആകാശമാണെന്നുള്ളത് തീർച്ചയാവും. ഇപ്പം ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ യെല്ലോ ഓക്കറും ഗാംബോജ് ഹ്യൂ ഒരു മിക്സ് ഉണ്ട്. അത് ഓൾറെഡി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് നമ്മൾ ലാസ്റ്റ് ഔട്ട്ലൈൻസ് ഇടാൻ വേണ്ടി ബ്ലാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഇടുമ്പോൾ ഔട്ട്ലൈൻ ഇടുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇന്ത്യനും കൂടി ആഡ് ചെയ്യാം. ഞാനിതൊരു ട്യൂട്ടോറിയൽ ആയിരുന്നു, ഞാൻ ബ്ലാക്ക് മാത്രമേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇത് സ്കാർലറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ബേൺസിയാണ്, ബ്രൗൺ ആണ്. കുറച്ച് സാറ്റ് ഗ്രീനും കുറച്ച് പ്രഷ്യൻ ബ്ലൂ, ഇത്രയും കളേഴ്സ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന കളർ എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ് ആണ്. ഒരു 50-50 റേഷ്യോയിൽ എടുത്തിരിക്കുന്ന ഒരു മിക്സ് ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ മേഘത്തിൻ്റെ ചുറ്റുമുള്ള ആകാശം ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് വാഷ് ചെയ്യാൻ പോകും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കളർ. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു മഡിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു മഡ് ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ. അപ്പോൾ അത് ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആക്കി എടുത്തിട്ട് ആ മഡ് ഒഴിച്ചിട്ട് അതിൻ്റെ തെളി മാത്രം എടുത്ത് നമ്മൾ ചെയ്യണം. നമുക്കൊന്ന് നോക്കാം എങ്ങനെ ചെയ്യണത്. ഫസ്റ്റ് വളരെ ലൈറ്റായിട്ട് ഒരു വാഷിംഗ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. വാഷിംഗ് ബ്രഷ് വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് മേഘം ഒഴിച്ച് മേഘത്തിൻ്റെ ചുറ്റുള്ള ഇത് ഏത് ഏരിയ വേണമെങ്കിലും എന്തോരം ഏരിയ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ സൗകര്യാർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെറിയൊരു ഏരിയ മാത്രം ഞാൻ ചെയ്താണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ നിങ്ങൾ. ചുമ്മാ ഞാനൊന്ന് വാഷ് ചെയ്യണം ചുറ്റും മേഘത്തിൽ. യെല്ലോ വെച്ച് വരച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘം. ഇനിയിപ്പോൾ നീല വെച്ചാൽ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആകാശം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നീല വെച്ച് വേണമെങ്കിൽ മേഘത്തിൻ്റെ ഔട്ട്ലൈൻസ് വരയ്ക്കാം. ഞാനിപ്പോൾ ഇത് റെഡ് ആയ കാരണമാണ് ഞാൻ യെല്ലോ വെച്ചിട്ട് തന്നെ ഔട്ട്ലൈൻസും വരച്ചത്. ഇത് മ്യൂറൽ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഞാൻ അതുകൊണ്ട് തന്നെയാണ് എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തു പോകണം. ഞാൻ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങൾക്കത് പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങൾ ആദ്യം ചെയ്യണം. അതായത് ഇപ്പോൾ എത്ര വേണമെങ്കിലും ഈ ഏരിയ ഇങ്ങനെ കൂട്ടാം നമുക്ക്. അപ്പോൾ നമുക്കിപ്പോൾ സമയപരിമിതി ഉള്ള കാരണം ഞാൻ ഇതിൻ്റെ ചുറ്റും മാത്രമാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. മേഘത്തിൻ്റെ ചുറ്റുള്ളൊരു ആകാശം ഞാൻ മൊത്തം ഒന്ന് ചെയ്യണം. ആദ്യം ഒരു വാഷ് ചെയ്തു. നിങ്ങൾക്ക് കാണാം ഫുള്ളായിട്ടൊരു ആകാശത്തിൻ്റെ ചുറ്റുവശം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതാണ്ട് ഒരു ഇത്ര സൈസിൽ നമുക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ കൂടുതൽ സൈസ് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഏതാണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു ഫുള്ളായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. അതായത് നമ്മൾ മേഘം ആദ്യം യെല്ലോ ഓക്കർ വെച്ചിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ചുറ്റും സ്കാർലറ്റും ബെൻസീനയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് വെച്ചിട്ട് നമ്മളൊരു വാഷ് ചെയ്തു. ഇനി നമ്മൾ ഡോട്ട്സ് ഇടാൻ പോകണം. ഡോട്ട്സ് ഇടുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. നമുക്ക് ഇതേ കളർ തന്നെ ഉപയോഗിക്കുന്നത്, രണ്ടും ഇതേ മിക്സ് തന്നെ വെച്ചിട്ട് വളരെ ഡോട്ട്സ് ഇടുമ്പോൾ എപ്പോഴും ബ്രഷ് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം. വൈപ്പ് ചെയ്തെടുത്തിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ ഔട്ടർ നമ്മളൊന്നും കൂടി ക്ലിയർ ആക്കി വരയ്ക്കണം. നോക്കിക്കോളൂ നിങ്ങൾ, ഞാൻ വരയ്ക്കണത് ആ ഔട്ട്ലൈൻസ് ഒന്ന് ക്ലിയർ ആക്കണം. നമ്മൾ എല്ലാം ഇടുമ്പോഴുള്ള ഗുണം അതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരുത്തണമെങ്കിൽ നമുക്ക് തിരുത്തി പോവാം. ഉണ്ടോ? ഇതിലിപ്പോൾ ക്ലിയർ ആക്കാനുള്ള ലൈൻസ് എല്ലാം നമ്മളിപ്പോൾ വാഷ് കഴിഞ്ഞിട്ട് ക്ലിയർ ആക്കാനുള്ള ലൈൻസ് എല്ലാം നമ്മളിപ്പോൾ നോക്കിക്കോളൂ നിങ്ങൾ, ഞാൻ ക്ലിയർ ആക്കുന്നതുണ്ടോ? ഇപ്പോൾ ആ ഒരു സൈഡ് നിങ്ങൾക്ക് നോക്കിയറിയാം വ്യത്യാസം കണ്ടോ? ആദ്യം വരച്ചതിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഷെയ്ഡിങ് എഫക്റ്റ് പോലെ നമ്മളിതാ ചുറ്റും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മോൾവശം ഇതേപോലെ തന്നെ ചെയ്യാം. മോൾവശം ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ലൈറ്ററായി ഒരു തിൻ ലൈനായിട്ടാണ് മോളിൽ ഞാൻ ചെയ്യുന്നത്. ചുറ്റും നമ്മൾ വരച്ചിരിക്കുന്ന വര മുഴുവനായിട്ട് ആദ്യം നമ്മൾ ഒന്നും കൂടി റെഡ് വെച്ചിട്ടുള്ള ആ മിക്സ് വെച്ചിട്ട് ഒരു 50-50 റേഷ്യോയിൽ നമ്മളെടുത്ത ബേൺസിയനെയും സ്കാർലറ്റും കൂടിയുള്ള മിക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഇതാണ് നമ്മുടെ രണ്ടാം ഘട്ടം. ഇനി ഞാൻ ഡോട്ട്സ് ഇടാൻ പോകണം. നോക്കിക്കൊള്ളുന്നു ഞാനിങ്ങനെ ഡോട്ട്സ് ഇടുന്നത്. ഇതാ ഫസ്റ്റ് ഇടുന്ന ഡോട്ട്സ് നമ്മൾ കുറച്ചൊരു വളരെ പോയിൻ്റൊന്നും അല്ലാതെ ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. ഡോട്ട്സ് ഇടുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഡോട്ട്സ് ഇടണം. ഇതാ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് വാട്ടർ കളറിലാണ്. നിങ്ങൾക്കറിയാം വാട്ടർ കളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അക്രിലിക് ആണെങ്കിലും ഏതാണ്ട് ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ ഡോട്ട്സ് ഇടണം. ഫുള്ളായിട്ട് നമ്മൾ ആ കളർ എടുത്തിട്ട് മിക്സ് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ആ മോളിൽ നിന്നുള്ള തെളി മാത്രം എടുത്ത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു പ്രോബ്ലം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൽ ചെളി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിലത്തെ ചെളിയും കൂടി കളറിൽ കയറി പിടിച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് ഭംഗി കുറയും. അപ്പോൾ നമ്മൾ ശരിക്കും ആ തെളി മാത്രം എടുത്തിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ചിത്രം വരച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചെയ്യണമെങ്കിൽ ഇത് തന്നെ മെത്തേഡ്. ഞാനിപ്പോൾ ആകാശം ചെയ്ത് കാണിക്കാനുള്ള കാരണം നമുക്ക് മേഘം കൂടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും മനസ്സിലാവും. അതുകൊണ്ടാണ് ഒരു എങ്ങനെയാണ് ബിന്ദുജം എന്നുള്ള രീതിയിൽ, അതായത് ഡോട്ട്സ് ഇട്ടുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു മ്യൂറലിൽ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണാം, ഞാൻ ആ ഡോട്ട്സ് ഇട്ടിട്ടൊരു ഫസ്റ്റ് ലെയർ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ലെയർ ബൈ ലെയർ നോക്കിക്കോളൂ. അപ്പോൾ മേഘം അതിന് ചുറ്റും ഡോട്ട്സ് നിങ്ങൾക്ക് കാണാം. ഞാൻ കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ഒരു
ബ്രൗണിഷ് ആക്കിയിട്ട് ഞാൻ ഒന്നും കൂടി ഷെയ്ഡ് ചെയ്യാം. കുറച്ചും കൂടി നമ്മൾ നോക്കിക്കോളൂ. കുറച്ചും കൂടി തിന്നറാണ് ഡോട്ട്സ്, വലിയ ഡോട്ട്സ് അല്ല ഞാൻ എടുക്കുന്നത്. ഞാനൊരു ഷെയ്ഡിങ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേഘത്തിൻ്റെ അടിവശം മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമ്മളിങ്ങനെ വെള്ളം ചേർത്തിട്ട് നമ്മളിങ്ങനെ അതിങ്ങനെ ലയിപ്പിച്ച് കളയും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ അടിയിൽ ഒരു കുറച്ച് ഡാർക്കറാണ് മേഘത്തിൻ്റെ അടിവശം മാത്രം. നമ്മളങ്ങനെ ചെയ്തതാണ്. ഇനി ഈ സൈഡ് അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് മേഘത്തിൻ്റെ അടിവശം നമ്മൾ ഡാർക്ക് ആക്കുകയാണ്. നിങ്ങൾക്കറിയാം കളറിൻ്റെ ഡെപ്ത്ത് കണ്ടോ, കുറച്ച് ഞാനൊരു ബ്രൗൺ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മേഘത്തിൻ്റെ അടിവശം മാത്രം വേറൊരു കളറിൽ വന്നേക്കണം കണ്ടോ. പിന്നെ നമ്മളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആണെങ്കിൽ വേറെ വഴികളൊക്കെ ഉണ്ട് ചെയ്യുന്നത്. ഇങ്ങനെ റൗണ്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യും, ഇങ്ങനെ ഭംഗിയാക്കാനായിട്ട്. ഇതാ ചില സ്ഥലം മാത്രം ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാം. അത് കുറച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് വന്നതിന് ശേഷമൊക്കെ അങ്ങനെ ട്രൈ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നേക്കാം. എന്നാലത് ഇപ്പോൾ കണ്ടോ, ഒരു സ്ഥലം മാത്രം ഞാനിങ്ങനെ ഒരു അകത്ത് കുറച്ച് ലൈറ്റർ ആക്കിയിട്ട് ഇതാ. അപ്പോൾ ഇതൊരു ആ മേഘത്തിൻ്റെ ഒരു എഫക്റ്റും ഒരു ആകാശത്തിൻ്റെ ഒരു ഡെപ്തും കൂടി നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി ചില ആളുകൾക്ക് ഇത്രയും കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ആദ്യം ആളുകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യെല്ലോ ചെയ്യും. ചിലപ്പോൾ ആദ്യം യെല്ലോ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ റെഡ് വെച്ച് ചെയ്യുന്നവരുണ്ട് ആകാശം. എന്നാലും മെത്തേഡ് ഇതാണ്. അപ്പോൾ കണ്ടോ, ഞാൻ 2 ഡിസൈനൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ചെയ്തിരുന്നത്. അതിങ്ങനെ നമ്മൾ ലൈറ്ററാക്കി കൊണ്ടുവന്നിട്ട് അതിനോട് അങ്ങോട്ട് ചെയ്യും. അപ്പോൾ ഇതൊരു ചെറിയ എന്താ പറയുക, ആകാശം അതിൻ്റെ ഡെപ്ത്ത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില ഡിസൈനുകളാണ്. ഇത്തരം ഡിസൈനുകൾ നിങ്ങൾക്ക് ചെയ്യാം. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് പരിചയം വേണം ചെയ്യണമെങ്കിൽ. ഞാനപ്പോൾ അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ, അങ്ങനെ കൂടി ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ മേഘം മാത്രം വിട്ടിട്ട് ബാക്കി മാത്രം നമ്മൾ കളർ ചെയ്യും. ഈ മേഘത്തിൽ നമുക്ക് എന്ത് ഡിഫക്റ്റ് വന്നാലും നമുക്കത് ശരിയാക്കാം. അടുത്ത ലെയറിൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വരയ്ക്കുമ്പോൾ ഇതിന് മുകളിലേക്ക് കയറിപ്പോയി എന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വരിടാവേണ്ട ആവശ്യമില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അടിവശം ഞാൻ കുറച്ച് ഡെപ്ത് കൂട്ടി. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ഇതൊരു ആകാശത്തിൻ്റെ ഫീല് തോന്നുന്നുണ്ടാവും. അതായത് വേറെ ഒന്നല്ല, നമ്മൾ ഉള്ള സമയം വെച്ചിട്ട് നമ്മൾ വളരെ ചെറുതായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊരു വലിയ ക്യാൻവാസ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഒരുപാട് ഭംഗിയുണ്ടാവും കാണാനായിട്ട്. എത്ര കൊണ്ട് നമ്മൾ സമയമെടുത്ത് ഷെയ്ഡ് ചെയ്യുന്നു, എത്ര നമ്മൾ അതിൽ കൂടുതൽ വർക്ക് ചെയ്യണമെന്നനുസരിച്ച് അതനുസരിച്ച് വർക്കിന് ഡെഫിനറ്റ്ലി വ്യത്യാസം ഉണ്ടാവും, ഭംഗിയുണ്ടാവും, കൂടുതലായിട്ട് കാണാനായിട്ട് രസമുണ്ടാവും. അപ്പോൾ ഏറ്റവും സിമ്പിളായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ആകാശം ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നു. ഇപ്പോൾ ഇനി ഇതവിടെ മുകൾ വശവും കൂടി നമുക്ക് കുറച്ച് ഡാർക്കാക്കാം. ആ മേഘത്തോട് അടുക്കുന്ന സ്ഥലം നമ്മൾ കുറച്ച് ഡാർക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു 3 ഡയമെൻഷണൽ ഒരു ഡെപ്ത് കിട്ടും, ഒരു ഷെയ്ഡിങ്ങിൻ്റെ ഡെപ്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ബിന്ദുജം, അതായത് ഡോട്ട്സ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു മേഘം, അതിൻ്റെ ചുറ്റും ആകാശം, ഇതെല്ലാം നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആകാശം ചെയ്തു. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു പ്രഷ്യൻ ബ്ലൂവും സാബ് ഗ്രീനും കൂടി ഉള്ളൊരു മിക്സാണ്. കുറച്ച് ബ്ലൂയിഷ് ഗ്രേഡ് കൂടുതൽ എടുത്തിട്ടുണ്ട്, ബ്ലൂയിഷ് കളർ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് മേഘം എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ആദ്യമായിട്ട് നമ്മൾ മേഘത്തിൻ്റെ ഔട്ടറിൽ കൂടി നമ്മൾ ആ ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ട് ആദ്യം നമ്മൾ വരയ്ക്കണം. മേഘത്തിൻ്റെ ഔട്ടറിൽ കൂടി ആ ഒരു സാബ് ഗ്രീൻ റഷ്യൻ ബ്ലൂ കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ വരയ്ക്കണം കാണുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യത്തോടെ വർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണം കുലിപ്പുകൾ ഇടാനും എല്ലാം. നിങ്ങൾക്ക് ഇനി കുലിപ്പുകൾ അധികം ഇടണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്നും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തു പോണത്. നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ ഔട്ട്ലൈൻസ് കംപ്ലീറ്റ് റഷ്യൻ ബ്ലൂവും സാബ് ഗ്രീനും കൂടി ചെയ്ത മിക്സിൻ്റെ ആ ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ഔട്ട്ലൈൻസ് മേഘത്തിൻ്റെ വരച്ചേക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ആ ഒരു യെല്ലോ ലൈൻ റെഫറൻസ് ആയിട്ട് എടുക്കാൻ നമുക്ക് വരയ്ക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഞാനതൊരു പ്രഷ്യൻ ബ്ലൂ സാബ് ഗ്രീൻ കോമ്പിനേഷൻ വെച്ച് നമ്മൾ ആദ്യം വരച്ച യെല്ലോ കളറിൻ്റെ മുകളിൽ കൂടി നമ്മൾ വരച്ച് ഇപ്പോൾ മേഘമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഡോട്ട്സ് അല്ല ഇടാൻ പോകുന്നത്, നമ്മൾ ഒരു വാഷ് ലേപനം എന്ന് പറഞ്ഞ രീതിയിൽ വാഷിൽ നമുക്ക് ലൈറ്റായിട്ട് ഇത് ഷെയ്ഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഡോട്ട്സും അതൊരു വാഷ് ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് വളരെ കുറച്ച് കളർ എടുത്താൽ മതി കേട്ടോ, വളരെ ലൈറ്റായിട്ട് കളർ എടുക്കുക. നോക്കോളൂ ഞാൻ അങ്ങനെ ചെയ്യാൻ. വളരെ ലൈറ്റായിട്ട് കളർ എടുക്കുക. ലൈറ്റായിട്ട് കളർ എടുത്തിട്ട് നിങ്ങൾ വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വെള്ളം കൊണ്ട് കൂടി കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നിങ്ങളിത് വളരെ ലൈറ്റാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടോ, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. ആ ഒരു ലൈറ്റർ ഷെയ്ഡിൽ പോകണത്. ലൈറ്റായിട്ട് നിങ്ങൾ ആദ്യം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിൻ്റെ ഡെപ്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം. പക്ഷേ നിങ്ങൾ ആദ്യമേ വളരെ ഡാർക്കായിട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്തിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. വളരെ ലൈറ്റായിട്ട് ആദ്യം ചെയ്യുക. ലൈറ്റായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നണം പോരാ, കുറച്ചും കൂടി ഡെപ്ത് കൂട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്ത് കൂട്ടാനുള്ള ഒരു പ്രൊവിഷൻ അവിടെ ഉണ്ടാവും. അല്ല, നിങ്ങളല്ലാതെ നേരെ തന്നെ നിങ്ങൾ ഡാർക്കായിട്ട് ചെയ്യണമെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കാണാൻ ഞാൻ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു വാഷ് വെച്ചിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ ചെയ്യുന്നത്. മേഘം എപ്പോഴും വാഷ് വെച്ചിട്ടുള്ള ഷെയ്ഡാണ് നല്ലത്. എന്ന് വെച്ചാൽ അതിനൊരു ഒഴുക്കുണ്ടല്ലോ, മേഘം എപ്പോഴും ഒഴുകുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ കുറച്ച് ഭംഗി ഉണ്ടാവും. അപ്പോൾ ഏതാണ്ട് മേഘത്തിൻ്റെ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിരിക്കണം. ഷെയ്ഡിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇത്രയും മതി. നമുക്ക് അധികം ഡെപ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ടച്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. വെള്ളം കൂടുതൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ആ ഒരു ഒഴുക്ക് നമുക്ക് ഫീൽ ചെയ്യണം.
ഇനിയാണ് ഇതിൻ്റെ പ്രധാന ഘട്ടം വരാൻ പോണത്. ഇതിന് നമുക്കിനി ബ്ലാക്ക് വരയ്ക്കണം. ബ്ലാക്ക് ഇടണം. ബ്ലാക്ക് ഇടുമ്പോൾ നമ്മൾ മേഘത്തിൽ മാത്രമേ ഇടേണ്ട ആവശ്യമുള്ളൂ. ബ്രഷ് നല്ല ബ്രഷ് ഉപയോഗിക്കണം നിങ്ങൾ, എങ്കിലും മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. ബ്രഷിൻ്റെ ബ്രിസിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വരയ്ക്കുന്നത്, നിങ്ങളുടെ പ്രത്യേകിച്ച്. ബ്ലാക്ക് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. വളരെ തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിക്കറായിട്ടാണ് ചെയ്തു പോണത്. ഇപ്പോൾ ദാ നോക്കിക്കോളൂ, നിങ്ങളുടെ മേഘം ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ അഡീഷണൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കുരിപ്പുകൾ ഇടാം, ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഒരു മേഘം എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. മേഘം വരയ്ക്കുക മാത്രമല്ല ഞാൻ ചെയ്തത്, ഇതിൽ 2 ടൈപ്പ് ഷെയ്ഡിങ്ങിനെ കുറിച്ചുകൂടി ഞാൻ പറഞ്ഞു പോയി. മേഘത്തിൻ്റെ അകത്ത് വാഷ് ചെയ്തിരിക്കുന്നത് നോർമൽ ലേപനം എന്ന് പറഞ്ഞ വളരെ വാഷ് മാത്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മറ്റത് നമ്മൾ ബിന്ദുജം, അതായത് ഡോട്ട്സ് ഇട്ടുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഈ വർക്ക് ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ്ട് മേഘത്തിൻ്റെ ഒരു പോർഷൻ കൂടി തീർന്നപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കണം. ഇതിലിപ്പോൾ ഒരു ആകാശത്ത് മേഘങ്ങൾ അതെങ്ങനെയാണ് വരയ്ക്കണേ എന്നുള്ളത് നമ്മളതിൻ്റെ ആ മെത്തേഡിലൂടെ, അതായത് എങ്ങനെയാണ് ഷെയ്ഡിങ് എന്നുള്ളതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബിന്ദുജം രീതിയിൽ, അതായത് ഡോട്ട്സ് ഇട്ടുകൊണ്ട് എങ്ങനെയാണ് ഷെയ്ഡിങ് ചെയ്യണത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെയ്തു, ഒരു ചെറിയ മേഘം നമ്മൾ ചെയ്തു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു രീതിയുമായിട്ട് കാണാം. അതിനുമുമ്പ് എനിക്ക് നിങ്ങളെ എല്ലാവരോടും പറയാനുള്ളത്, ദയവായിട്ട് ഇനിയും ഈ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. നിങ്ങൾക്കത് വരയ്ക്കാനായിട്ട് കൂടുതൽ സഹായകരമാവും അത് കാണുകയാണെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.